നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഭാഗങ്ങള് ആർട്ടിക്കിൾസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ആർട്ടിക്കിൾസും പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ള ആ ഒരു ലിമിറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്കി കുത്തിയായാലും ആർട്ടിക്കിൾസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഭരണഘടനയുടെ ഭാഗങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ ഭരണഘടനയിലുള്ള എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാ ആർട്ടിക്കിൾസിലും എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും ആർട്ടിക്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളും അനുച്ഛേദങ്ങളും. ശ്രദ്ധിച്ചോളൂ, ഭാഗം 1 പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഭരണഘടനയിൽ മൊത്തത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഭരണഘടനയുടെ പാർട്ട് എന്നാണ് പറയുന്നത് അല്ലെ. പാർട്ട്, ഭാഗം. ഭാഗത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? പാർട്ട് എന്നാണ് പറയുന്നത്. അനുച്ഛേദം, അനുച്ഛേദത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ ആർട്ടിക്കിളും സെക്ഷനും തമ്മിൽ ഡൗട്ട് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഭരണഘടനയിൽ ഒരു കാര്യം പറയുമ്പോൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് പറയത്തില്ലേ? ആ പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഭരണഘടനയിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി ഈ ഇട്ടിരിക്കുന്ന നമ്പറുകളൊക്കെ നമ്മൾ ഒരു നിയമത്തിലാണ് കൊണ്ടിരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെക്ഷനും ആർട്ടിക്കിളും തമ്മിൽ മാറിപ്പോകത്തില്ലല്ലോ. ഭരണഘടനയിൽ വന്നിട്ട് സെക്ഷൻ എന്നും വിളിക്കരുത്, നിയമത്തിൽ പോയിട്ട് ആർട്ടിക്കിൾ എന്നും വിളിക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ അനുച്ഛേദത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ആർട്ടിക്കിൾ ആണ്. ഭാഗത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പാർട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ LKG കുട്ടിയാണോ എന്ന്. അല്ല, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരും ഉണ്ട്. പുതിയതായിട്ട് PSCയിലേക്ക് വരുന്നവർക്ക് ഇതും കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം, ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റിൽ നോക്കൂ, യൂണിയനും ഭൂപ്രദേശവുമാണ് ഒന്നാം ഭാഗത്തിൽ പറയുന്നത്. യൂണിയനും ഭൂപ്രദേശവും. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്നും അതിന്റെ ഭൂപ്രദേശ പരിധിയും കാര്യങ്ങളുമാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര പാർട്ടുകളുണ്ട് എന്ന് ചോദിച്ചാൽ നിലവിലെ നമ്പർ എത്രയാണ്? മൊത്തത്തിൽ 25 പാർട്ടുകളാണുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭാഗം 25 വരെ പഠിക്കുമെന്ന്. അല്ല, നമ്മൾ ഭാഗം 22 വരെ പഠിക്കുള്ളൂ. ബാക്കിയെല്ലാം ഇതിനിടയ്ക്ക് വരുന്ന ABC അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ ഭാഗം 25 എണ്ണം അല്ല ഉള്ളത്. മൊത്തത്തിൽ കൗണ്ട് ചെയ്തിട്ടാണ് എത്ര വരുന്നത്? 25 നമ്പർ എന്നുള്ള ആ ഒരു കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിൽ വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? യൂണിയനും ഭൂപ്രദേശത്തിനെയും പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. ഓക്കെ അല്ലേ? എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വരണേ കേട്ടോ. പഠിച്ചു കഴിഞ്ഞല്ലോ. ഒന്നാം ഭാഗത്ത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്, യൂണിയനും ഭൂപ്രദേശവുമാണ്. എങ്കിൽ നമ്മൾ പോകുന്നു രണ്ടാമത്തെ ഭാഗത്തിലേക്ക്. എന്താണ് ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്? നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഏതാണ്? സിറ്റിസൺഷിപ്പ് ആണല്ലേ. സിറ്റിസൺഷിപ്പിനെ നമ്മൾ മലയാളത്തിൽ എന്തെന്ന് വിളിക്കുന്നു? പൗരത്വം എന്ന് വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നു? പൗരത്വം എന്ന് വിളിക്കുന്നു. അപ്പോ പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പൗരത്വമാണ്, സിറ്റിസൺഷിപ്പ് ആണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? മറന്നു പോകരുത്. അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട നമ്പർ എന്ന് പറയുന്നത് 5 to 11 എന്നായിരിക്കണം. ഓപ്ഷൻസിൽ ഇതിനിടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ നമ്പറോ ഇതിനിടയിലുള്ള നമ്പറോ ആയിരിക്കും അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ ഭാഗം മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? രണ്ടാമത്തെ ഭാഗം ആർട്ടിക്കിൾ 5 മുതൽ 11 പൗരത്വമാണ്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക്, ഏറ്റവും കൂടുതൽ ഭാഗം ചോദിക്കുന്നതും അനുച്ഛേദം ചോദിക്കുന്നതും ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഭാഗവും അനുച്ഛേദവും. ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ 4A-യും 4-ഉം ചോദിക്കാറുണ്ട്. അത് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി പോകുന്നത് കൊണ്ടാണ് PSC എന്ത് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തിലേക്ക് പോകാം? മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. എന്താണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങളാണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ്. അപ്പൊ ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ 12 മുതൽ 35. ശ്രദ്ധിക്കണം, കുറെ പേര് പഠിച്ചിട്ട് പോകും 14 മുതൽ 32 വരെയാണെന്ന്. ഇതിനകത്താണ് ഈ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പറയുന്നത്. മൗലിക അവകാശങ്ങൾ കൃത്യമായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, ഈ ആർട്ടിക്കിൾസിലെല്ലാം മൗലിക അവകാശങ്ങളാണ് പറയുന്നത്. പക്ഷേ മൗലിക അവകാശങ്ങൾ എന്നുള്ള ടൈറ്റിലിനകത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ട്? 12-ലും 13-ലും അതുപോലെ തന്നെ 33-ലും 34-ലും 35-ലും ഇതിനിടയ്ക്കുള്ള ആർട്ടിക്കിൾസിലും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഓടിപ്പോയി 14-32 എന്ന് പറയരുത്. മൗലിക അവകാശങ്ങളുടെ അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത് 12 മുതൽ 35 ആണ്. കറക്റ്റ് ലിമിറ്റ് പഠിച്ചു വെച്ചിരിക്കണം. ഇനി 12 to 35 ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാവുള്ളൂ? 14 to 32. അതിനകത്ത് കൃത്യമായിട്ട് ഓരോ ആർട്ടിക്കിൾസും മൗലിക അവകാശങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നു. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ആർട്ടിക്കിൾസും കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? 12 to 35 പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി തെറ്റിക്കത്തില്ലല്ലോ. മൂന്നാമത്തെ ഭാഗം മൗലിക അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. നാലാമത്തെ ഭാഗം. നാലാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമ്മൾ പറയൂ അല്ലെ. എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP. എന്താണ്? DPSP. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? 36 മുതൽ 35 വരെ എവിടെ പോയി? മൗലിക അവകാശങ്ങളിൽ പോയി. അടുത്ത ആർട്ടിക്കിളിൽ തുടങ്ങണം. 36 മുതൽ 51 വരെയാണ് എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഏത് ഭാഗമാണ്? നാലാമത്തെ ഭാഗമാണ്. എന്തിനെ പറ്റി പറയുന്നു? നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പോ 4 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു കരുതുന്നു. ഒന്നാമത്തെ ഭാഗം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ടൈറ്റിൽ കിട്ടിയോ? ഓക്കെ, രണ്ടാമത്തെ ഭാഗം ടൈറ്റിൽ കിട്ടിയോ? മൂന്നാമത്തെ ഭാഗം കിട്ടിയോ? നാലാമത്തെ ഭാഗത്ത് എന്താണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭാഗം 4A എന്ന് പറയുന്നത്. എന്താണ് ഈ 4A എന്ന് പറയുന്നത്? 4A തുടക്കത്തിൽ ഇല്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അല്ലെ. പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ് 4A എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു ആർട്ടിക്കിളിന് ശേഷം ഒരു A എന്നോ B എന്നോ ഒക്കെ ഇട്ട് അടുത്ത ഒരു ഭാഗം വരികയാണെങ്കിൽ, ഒരു പാർട്ടിന് ശേഷം AB അല്ലെങ്കിൽ ആർട്ടിക്കിൾസിന് ശേഷം AB എന്നൊക്കെ ഇട്ട് വരികയാണെങ്കിൽ അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആകെ ഒറ്റൊരു ആർട്ടിക്കിളെ എവിടെയുള്ളൂ? 4Aയിലുള്ളൂ. അത് ഏത് ആർട്ടിക്കിൾ ആണ്? 51A ആണ്. അതായത് 51-ന് ശേഷം
51A എന്നുള്ള ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തിട്ട് അതിനകത്ത് 51A എ ബി സി ഡി അങ്ങനെ പറഞ്ഞ് കെ വരെ ആയിട്ട് 11 മൗലിക കടമകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ആർട്ടിക്കിൾസ് അവിടെ വരുന്നത് കേട്ടോ. അല്ലാതെ ഒറ്റൊരു ആർട്ടിക്കിൾസിന്റെ ബാക്കിയുള്ള സബ് പാർട്ടുകളാണ് അല്ലെങ്കിൽ സബ് ക്ലോസുകളാണ് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? മൗലിക കടമകളിൽ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അനുച്ഛേദം 51A കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ. ഭാഗം 4A എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അനുച്ഛേദം 51A ആണ്. ഓക്കെ, ക്ലിയർ? എങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ഭാഗമാണ്. 5ാമത്തെ ഭാഗത്ത് എന്തിനെ പറ്റി പറയുന്നു? യൂണിയനെ പറ്റി പറയുന്നു. യൂണിയനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 5. ഇപ്പം യൂണിയൻ എന്ന് പറയുമ്പം കേന്ദ്രം, അതിനകത്ത് നമ്മളെ പ്രസിഡന്റ്, രാഷ്ട്രപതി, അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഏത് ഭാഗം എന്ന് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ശ്രദ്ധിച്ചേ, ഒത്തിരി ആർട്ടിക്കിൾ ഉണ്ടല്ലേ. 52 മുതൽ 151 വരെ. ശ്രദ്ധിക്കണേ, 52 മുതൽ 151 വരെ. അപ്പൊ യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിനിടയിലായിട്ടായിരിക്കും എന്ത് വരുന്നത്? അതിന്റെ ആർട്ടിക്കിൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഭാഗം 5 എന്ന് കേട്ടാൽ യൂണിയൻ, 5 എന്ന് കേട്ടാൽ യൂണിയൻ. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞേ 52 മുതൽ 151. 51A ആയിരുന്നു തൊട്ട് മുമ്പത്തെ ആർട്ടിക്കിള്. അതിനുശേഷം 52 മുതൽ 151 വരെ എന്താണ്? ഭാഗം 5 യൂണിയനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ 5 ഭാഗങ്ങൾ പഠിച്ചല്ലോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ആദ്യത്തെ തൊട്ടുള്ള ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മിനിറ്റ് എടുത്ത് 1ാം ഭാഗം എന്താണ്, 2ാം ഭാഗം എന്താണ്, 3 എന്താണ്, 4 എന്താണ്, 4A എന്താണ്, 5 എന്താണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതെന്താണെന്നൊന്ന് നോക്കുക. അതിനുശേഷം അത് പഠിച്ചിട്ട് ബാക്കി ഭാഗത്തിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഭാഗം 6. ഭാഗം 6 എന്താ വരുന്നത്? സംസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്, അഥവാ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി, ഗവർണർ, അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് ഏത് ഭാഗത്താണ്? ഈ 6ാമത്തെ ഭാഗത്താണ്. ആർട്ടിക്കിൾ 152 മുതൽ, ശ്രദ്ധിക്കണേ, 152 മുതൽ 237 വരെയാണ്. ഒന്ന് പറഞ്ഞേ, 152 മുതൽ 237 വരെയാണ് എന്ത് പറയുന്നത്? സംസ്ഥാനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളെ അല്ല, സംസ്ഥാനത്തുള്ള ആ ഒരു ഭരണ നിർവഹണത്തെ പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? 6ാമത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ 5 യൂണിയൻ ആണെങ്കിൽ 6 എന്താണ്? സ്റ്റേറ്റ്സ് ആണ്. ഒന്നും കൂടെ, 5 യൂണിയൻ ആണെങ്കിൽ 6 എന്താണ്? സ്റ്റേറ്റ്സ് ആണ്. 5ൽ അവസാനിച്ചത് 151ാമത്തെ ആർട്ടിക്കിൾ ആണെങ്കിൽ സ്റ്റേറ്റ്സ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 152ലാണ്. എവിടം വരെ പോകണം? 237. എന്താണ്? 237. ഓക്കെ ആണോ? 6ാമത്തെ ഭാഗവും പഠിച്ചു. ഇനി 7ാമത്തെ ഭാഗത്തിലേക്ക് വരിക. ഇത് നമുക്ക് പഠിക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1956ലെ 7th അമെൻമെന്റ് ആക്ടിലൂടെ. ഓക്കെ, 7th അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതിയിലൂടെ, 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടന തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന 7ാമത്തെ ഭാഗം, ഓക്കെ, 7th പാർട്ട് എന്ത് ചെയ്യുകയാണ്? റദ്ദാക്കുകയാണ്, ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം
കാരണത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇതിൽ ആകെപ്പാട് ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആർട്ടിക്കിൾ ആണ് 238. ഏതാണ്? 238. ഇനി കാരണത്തിലേക്ക് വരാം. എന്തുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ഇത് ഇവിടെ പറഞ്ഞിരുന്നത് എന്നറിയണ്ടേ? അതായത് നമ്മളെ സംസ്ഥാനം അതായത് എന്താണ് നമ്മളെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്തായിരുന്നു? പ്രൊവിൻസുകൾ, നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അങ്ങനെ എന്താണ് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ പാർട്ടി എ, പാർട്ടി ബി, പാർട്ടി സി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പ്രൊവിൻസുകൾ ഉണ്ടല്ലോ, നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അപ്പൊ ഈ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ പ്രവിശ്യകൾ, ഓക്കെ, പ്രവിശ്യകളും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളും പിന്നീട് 1956 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സംസ്ഥാന പുനഃസംഘടന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ 1956 അങ്ങനെ ഒരു ഭാഷാ പുനഃസംഘടന നടന്നപ്പോഴത്തേക്കും പിന്നീട് അവിടെ ഈ പ്രവിശ്യകളോ അല്ലെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളുടെയോ ആവശ്യമില്ല. പ്രൊവിൻസസും അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെയും ആ ഒരു ഡിവിഷൻ അവിടെ നിൽക്കുകയാണ്. സോ ഇവിടെ ഈ ഒരു 7ാമത്തെ ഭാഗത്ത് പറഞ്ഞിരുന്നത് പാർട്ട് ബി, ഓക്കെ, സംസ്ഥാനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്നതിന്റെ പാർട്ട് ബി സ്റ്റേറ്റുകളെ പറ്റിയിട്ടായിരുന്നു 7th ഭാഗത്ത്, ഓക്കെ, 7th പാർട്ടിൽ പറഞ്ഞിരുന്നത്. സോ പിന്നീട് ഭാഷാ അടിസ്ഥാനത്തിൽ അങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോഴത്തേക്കും അത് റദ്ദായി അല്ലെ. ആ ഒരു നാട്ടുരാജ്യങ്ങൾ കോൺസെപ്റ്റ് എല്ലാം റദ്ദായി. സോ അതുകൊണ്ടാണ് ഈ 7ാമത്തെ ഭാഗം എന്ത് ചെയ്യുന്നത്? ഈ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഠിക്കാൻ എളുപ്പമല്ലേ. 7ാമത്തെ ഭാഗം എടുത്തു കളയുന്നത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ്. 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുന്നു? 7ാമത്തെ ഭാഗം എടുത്തു കളയുന്നു. അപ്പൊ നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ എന്തില്ല? 7ാമത്തെ ഭാഗം ഇല്ല. അപ്പൊ നമ്മൾ 25 എന്ന് പഠിക്കുന്നു അല്ലെ. 25 എന്ന് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ 25 എന്ന് പറയുന്നതിനകത്ത് എന്ത് ഭാഗം വരുന്നില്ല? 7ാമത്തെ ഭാഗം, അല്ലെങ്കിൽ ഈ 25ൽ ഒരെണ്ണം ഇല്ല. 25 എന്നല്ല 26 വരും. അപ്പൊ ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26 വരും. അത് നോക്കണ്ട, ഇപ്പം ഇത് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. 7ാമത്തെ ഭാഗം ഇതിന്റെ ഇടയ്ക്ക് ഇല്ല. ഓക്കെ, മൊത്തത്തിൽ എണ്ണം എടുക്കണമല്ലോ നമുക്ക് അവസാനം. എണ്ണം എടുക്കുമ്പോൾ അവിടെ എന്ത് വരത്തില്ല? 7ാമത്തെ ഭാഗം വരത്തില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ UPSC-യിലൊക്കെ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏത് ആർട്ടിക്കിൾ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നതെന്നും എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നമുക്കൊന്നും പഠിച്ചു വെച്ചേക്കാം, നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ അവരങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണമല്ലോ. സോ അതാണ് അവിടെ പറയുന്നത്. പാർട്ട് ബി സ്റ്റേറ്റുകളുടെ ആ ഒരു ഡിവിഷൻ വരുന്നത്, അതായത് നമ്മുടെ 1ാമത്തെ ഷെഡ്യൂൾ ഉണ്ടല്ലോ, സ്കെഡ്യൂൾ. ഓക്കെ, സ്കെഡ്യൂളിനെയാണ് നമ്മൾ പട്ടിക എന്ന് പറയുന്നത്. പട്ടിക നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. 12 പട്ടികകളെ പറ്റി പഠിക്കണം. ഓരോ പട്ടികയിലും എന്താണ് പറയുന്നതെന്ന് പഠിക്കണം. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പട്ടികയിലെ 1ാമത്തെ പട്ടികയിലാണ് എന്താണ്, ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ, ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ള ലിസ്റ്റുകൾ പറയുന്നത്. അവിടെ പാർട്ട് ബി എന്ന് പറയുന്ന സ്റ്റേറ്റുകളെ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ എന്താണ് 1ാമത്തെ പട്ടികയിൽ പാർട്ട് ബി സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് എവിടെ പറയുന്നത്? ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നത്. അതായത് പാർട്ട് ഷെഡ്യൂൾ 1 പാർട്ട് ബി സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്നാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 238 പറയുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് എന്താണ് ഓർത്ത് വെച്ചിരിക്കുക? പാർട്ട് 7 ആണ്. ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 238 ആണ്. 238 എന്ന് പറയുന്നത് ഏത് പട്ടികയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 1ാമത്തെ പട്ടികയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 8ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. 8ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യൂണിയൻ പ്രദേശങ്ങളെ പറ്റിയിട്ടാണ്, യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയിട്ടാണ് എവിടെ പറയുന്നത്? 8ാമത്തെ ഭാഗത്ത് പറയുന്നത് ആർട്ടിക്കിൾ 239 മുതൽ 242 വരെയാണ്. ശ്രദ്ധിക്കണേ, യൂണിയൻ പ്രദേശങ്ങളെ പറ്റി, യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? 8ാമത്തെ ഭാഗമാണ്. 8ാമത്തെ ഭാഗത്ത് ആർട്ടിക്കിൾ 239 മുതൽ 242 ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണേ, ഒന്ന് എഴുതി വെച്ചേക്കണേ. 239 മുതൽ 242 വരെയാണ് 8ാമത്തെ ഭാഗത്ത് പറയുന്നത്. 9ാമത്തെ ഭാഗം, ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് വരിക. ഒൻപതാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്തിനെ പറ്റി പറയുന്നതാണ്? പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 9. ശ്രദ്ധിച്ചിരിക്കണേ, പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 9 ആണ്. ആർട്ടിക്കിൾ നോക്കിക്കേ, 243 എന്നുള്ള ആർട്ടിക്കിളിനകത്ത് ഓരോരോ ആർട്ടിക്കിൾസ് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത് 243 A, B, C, D, E അങ്ങനെ കൂട്ടിച്ചേർത്ത് 243 ഓർത്ത് വെച്ചിരിക്കുക. കേട്ടോ, ഓ വരെയാണ്, അല്ലാതെ 2430 പഠിച്ചു വെക്കല്ലേ കേട്ടോ. 243 മുതൽ 243 വരെയാണ് എവിടെ പറയുന്നത്? പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്നത് കേട്ടോ. അപ്പോ ഏത് ഭാഗമാണ്? 9ാമത്തെ ഭാഗമാണ്. ആർട്ടിക്കിൾ ഓർക്കുക, 243. എന്താണ്? 243 മുതൽ 243 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? പഞ്ചായത്തുകളെ പറ്റി പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ 9 മറക്കത്തില്ല. 9 പഞ്ചായത്തുകൾ ഓർത്തിരിക്കുക. 9 പഞ്ചായത്തുകൾ 243 മുതൽ 243 ആണ് എങ്കിൽ അതിനുശേഷം 9A എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ എന്തിനെ പറ്റി പറയുന്നു? തൊട്ട് മുമ്പില്, അതായത് 9ല് എന്തായിരുന്നു? പഞ്ചായത്തുകളാണെങ്കിൽ 9A എന്താണ്? മുനിസിപ്പാലിറ്റികളാണ്. ശ്രദ്ധിക്കണേ, 9ല് പഞ്ചായത്താണെങ്കിൽ 9A എന്താ പറയുന്നത്? മുനിസിപ്പാലിറ്റികളെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? 243 മുതൽ 243 വരെ ആയിരുന്നു. ഓക്കെ, അതിനുശേഷമുള്ള ആർട്ടിക്കിൾ വരിക 243 കഴിഞ്ഞ് എന്താണ്? പി മുതൽ 243 ZG വരെയാണ് എന്ത് പറയുന്നത്? ഈ മുനിസിപ്പാലിറ്റികളെ പറ്റി പറയുന്നത് കേട്ടോ. 243 പി മുതൽ 243 ZG വരെ. ഓക്കെ, Z കഴിഞ്ഞ് ZA, ZB, ZC, ZD, ZE അങ്ങനെ പറഞ്ഞ് ZG വരെയുള്ള ആർട്ടിക്കിളിൽ എന്ത് പറയുന്നു? മുനിസിപ്പാലിറ്റികളെ പറ്റി പ്രതിപാദിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഭാഗം 9A ആണ്. ആർട്ടിക്കിൾ 243 പി മുതൽ 243 ZG ആണ്. മുനിസിപ്പാലിറ്റികളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ, 9 കഴിഞ്ഞ് 9A ഉണ്ട്, 9B ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് 9ന് ശേഷം 9A 9B നമ്മൾ 2 ഭാഗങ്ങളായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം അതും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് മൊത്തത്തിൽ നമ്മൾ 25 എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ 25 വരെ ഇല്ല. ഓക്കെ, അപ്പൊ ഭാഗം 9Bയിലാണ് എന്തിനെ പറ്റി പറയുന്നത്? സഹകരണ സംഘങ്ങളെ പറ്റിയിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ നോക്കിക്കേ, മറ്റേടത്ത് ZG ആയിരുന്നു എങ്കിൽ ഇവിടെ ZH മുതൽ 243 തന്നെ കടന്ന് കളിക്കുകയാണ് കേട്ടോ. 243 ZH മുതൽ 243 ZT വരെയാണ് പറയുന്നത്. ZT ഓക്കെ, ZH മുതൽ ഓക്കെ Zനകത്ത് നിന്നു, ZG വരെ നിന്നു, കഴിഞ്ഞ തവണ നിന്നു. അതിനുശേഷം അടുത്ത സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് പോകുമ്പോൾ ZG മുതൽ ZT ആണ്. ഓക്കെ, ZG മുതൽ ZT 243 തന്നെയാണ്. അപ്പോൾ ഭാഗം 9 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ആർട്ടിക്കിൾ എന്തായിരിക്കണം? 243 ആണ്. ഇനിയിപ്പോ ഭാഗം 9A വന്നാലും ഭാഗം 9B വന്നാലും 243 തന്നെ കടന്ന് കളിക്കുകയാണെന്ന് ഓർക്കണം. അതുപോലെ അതിന്റെ ആൽഫബറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ആദ്യത്തത് O ആണ്, അതിനുശേഷം Pയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി 10ാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നു. 10ാമത്തെ ഭാഗത്തിലാണ് പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റി പറയുന്നത്. ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 244 to 244A ആണ്. 244 മുതൽ 244A വരെയാണ് ഭാഗം 10ൽ പറയുന്നത്. അപ്പൊ 10 എന്ന് കേട്ടാൽ പട്ടിക ഗോത്രവർഗങ്ങൾ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. 10 പട്ടിക ഗോത്രവർഗങ്ങൾ 244 എന്നുള്ള ആർട്ടിക്കിൾ ഓർത്ത് വെച്ചിരിക്കുക.
ഇനി 11ലേക്ക് വരുന്നു. 11ലാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പറയുന്നത്. ലിസ്റ്റുകളെല്ലാം പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ് 11ാമത്തെ ഭാഗത്ത് പറയുന്നത്. 12ലേക്ക് വരാം. 12ൽ എന്താണ്? ആർട്ടിക്കിൾ 264 മുതൽ 300A ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? നമ്മൾ സ്വത്തവകാശം പഠിച്ചപ്പോൾ പഠിച്ചതായിരുന്നു. അതായത് തുടക്കത്തിൽ 31ാമത്തെ ആർട്ടിക്കിളിൽ കിടന്ന സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്ത് നിയമാവകാശമാക്കി മാറ്റി. അത് നേരെ 3ാമത്തെ ഭാഗത്ത് കിടന്നതിനെ എടുത്ത് 12ാമത്തെ ഭാഗത്ത് കൊണ്ടുവന്നു. 31ാമത്തെ ആർട്ടിക്കിളിൽ കിടന്നതിനെ എടുത്ത് 300A എന്നുള്ള ആർട്ടിക്കിളിൽ കൊണ്ടിട്ടു. അപ്പോൾ ഇവിടെ 12ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ് അതിനെ കൊണ്ടിട്ടതെന്ന് ചോദിച്ചാൽ ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ആര് കിടക്കുന്നത്? സ്വത്തവകാശം കിടക്കുന്നത് കേട്ടോ. അപ്പോ ഭാഗം 12 ആർട്ടിക്കിൾ 264 മുതൽ 300A ആണ്. ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും, ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. 300Aയിലാണ് 12ാം ഭാഗം അവസാനിക്കുന്നത്. ഇനി 13ാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. എന്താണ്? ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കത്തിനെ പറ്റിയിട്ടാണ് 13ാമത്തെ ഭാഗത്ത് പറയുന്നത്. ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയാണ്. ഓക്കെ, ഇനി ഭാഗം 14ലേക്ക് എന്താണ്? യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റി. അഖിലേന്ത്യാ സർവീസുകൾ എന്താണ്? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടല്ലോ. ഓൾ ഇന്ത്യ സർവീസിനാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്ര സർവീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 323. ഓക്കെ, 323 UPSC കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇനി 14ന് ശേഷം എന്തുണ്ട്? 14A ഉണ്ട്. ഓക്കെ, അപ്പോൾ 9ന് ശേഷം എന്തുണ്ട്? 9A. ഓക്കെ, ഇങ്ങനെ എഴുതണ്ട, നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. 9ന് ശേഷം 9Aയും ഉണ്ട്, 9Bയും ഉണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ 14ന് ശേഷം എന്തുണ്ട്? 14A ഉണ്ട്. ഓക്കെ, 14A ഉണ്ട്. അപ്പൊ ഇതെല്ലാം അഡീഷണൽ ആയിട്ട് വന്ന സാധനങ്ങളാണ് അല്ലേ. അതായത് നമ്മൾ 1, 2, 3 എണ്ണുന്ന സമയത്ത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാതെ അഡീഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ 3 എണ്ണം അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 14Aയിലാണ് ട്രിബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 323A ആൻഡ് 323B. ഇതിലാണ് എന്തിനെ പറ്റി പറയുന്നത്? ട്രിബ്യൂണൽസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പൊ 14A കഴിഞ്ഞു. അടുത്തത് എന്താണ്? 15 ആണ്. 15ൽ ഇലക്ഷനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 324 മുതൽ 329A വരെയാണ് തെരഞ്ഞെടുപ്പുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, 15 കഴിഞ്ഞു. ഇനി 16ലേക്ക് വരാം. ചില ഭാഗങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ. ഇപ്പൊ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് തുടങ്ങിയ വിവിധ ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പം കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്ടികജാതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. 16ാമത്തെ ഭാഗം ചില ഭാഗങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളാണ്. ആർട്ടിക്കിൾ 330 മുതൽ 342A വരെയാണ് അതിൽ പറയുന്നത്. ഇപ്പൊ എല്ലാം കാണാതെ പഠിക്കാൻ ഞാൻ പറയുന്നില്ല, എങ്കിലും പറ്റുന്നിടത്തോളം എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഓരോ ഭാഗത്തിലും എന്താണ് പറയുന്നത് എന്ന് പഠിക്കുക. ആ ലിമിറ്റ്, എല്ലാ ആർട്ടിക്കിൾസും വേണ്ട, ആ ലിമിറ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി 17ാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. 17ാമത്തെ ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ്. 343 മുതൽ 351 വരെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റി പറയുന്നത്. ഇനി 17 കഴിഞ്ഞ് 18ലേക്ക് വരുമ്പോൾ അടിയന്തരാവസ്ഥ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. 18ാമത്തെ ഭാഗം അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 18 ആണ്. ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞേ. 352 മുതൽ 360 വരെയാണ്. എന്താണ്? 352 മുതൽ 360 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? എമർജൻസി പ്രൊവിഷൻസിനെ പറ്റി പറയുന്നത്, അടിയന്തരാവസ്ഥകളെ പറ്റി പ്രതിപാദിക്കുന്നത് കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 352 മുതൽ 360
360 18ാമത്തെ ഭാഗമാണ്. ഇനി 19ാമത്തെ ഭാഗത്തിൽ മിസലേനിയസ് ആണ്, അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 361 മുതൽ 367 വരെയാണ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. 20ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരുമ്പോൾ ഭരണഘടനയുടെ ഭേദഗതിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 368 അറിയാലോ, ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368 ആണ്. ഭാഗം ഏതാണ്? ഭാഗം 20 ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഭരണഘടനാ ഭേദഗതി ഭാഗം 20 ആർട്ടിക്കിൾ 368. ഇനി 21ലേക്ക് വരാം. അവിടെ താൽക്കാലിക പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയാണ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി 22ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരുമ്പോൾ ചുരുക്കപ്പേരും പ്രാരംഭവും ഹിന്ദിയിലുള്ള ആധികാരിക പാഠവും റദ്ദാക്കലുകളെയും പറ്റിയിട്ടാണ് പറയുന്നത്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആർട്ടിക്കിൾ 393 മുതൽ 395 വരെയാണ് 22ാമത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു 22 ഭാഗങ്ങളല്ല ഉള്ളത്. നമ്മളിപ്പം കൗണ്ട് പഠിച്ചപ്പോൾ 22 എന്നുള്ള കൗണ്ട് പഠിച്ചു. ഓക്കെ, കൗണ്ട് എണ്ണം അല്ല, ആ ഒരു പേരിനകത്തുള്ള കൗണ്ട്. ഓക്കെ, അല്ലാതെ എണ്ണി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എത്ര പാർട്ടുകളുണ്ട്? 25 പാർട്ടുകളുണ്ട് അല്ലെ. 25 പാർട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? 22നായിട്ട് നമ്മൾ 4A കൂട്ടണം. ഓക്കെ, 4A കൂട്ടണം. അതുപോലെ തന്നെ 4ന് ശേഷം 4A വന്നു, 9ന് ശേഷം 9Aയും 9Bയും വന്നു. അതുപോലെ തന്നെ എന്താണ്? 14ന് ശേഷം 14A വന്നു. അപ്പം 1, 2, 3 കൂടാതെ 4 അഡീഷണൽ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പം 22 കൂടെ 23, 24, 25, 26 ആവും. അപ്പൊ എങ്ങനെയാണ് 26 ആകാതെ 25 ആകുന്നത്? ആരില്ല? 7ാമത്തെ ഭാഗം ഇല്ല, ഇല്ല, 7ാമത്തെ പാർട്ട് ഇല്ല. സോ അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എത്ര പാർട്ടുകളാണുള്ളത്? 25 പാർട്ടുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1, 2, 3, 4, 5, 6 വരുന്ന സമയത്ത് 7th പാർട്ട് അവിടെ ഇല്ല. 7th പാർട്ട് ഇല്ല. 4ന് ശേഷം 4A ഉണ്ട്, 9ന് ശേഷം 9Aയും 9Bയും ഉണ്ട്, 14ന് ശേഷം 14Aയും ഉണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തത്തിലാണ് എത്ര പാർട്ടുകൾ വരുന്നത്? 25 പാർട്ടുകൾ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് നല്ലതുപോലെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്